ഹലോ ഗായ്സ്, എല്ലാവർക്കും റോങ് വിൻഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഗെയിം അടിക്കാം, അടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ ഇപ്പോൾ വേറെ കുറേ ഗെയിംസും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗെയിം കേട്ടോ ഗൈസ്. സെക്കൻഡായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒരു കെ സബ്സ്ക്രൈബറും ഈ വീഡിയോയ്ക്ക് 1K വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ അടുത്ത സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ എപ്പിസോഡിൽ ഞാൻ എന്താ പറയുക ഇടുന്നതായിരിക്കും കേട്ടോ ലിങ്ക്. വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം പോയിട്ട് കുറച്ച് സെൻസിറ്റിവിറ്റി ഇത്ര മതിയാ, ഒത്തിരി കുറച്ച് വേണ്ടൊന്നും ചെയ്യണ്ട, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം സാധനങ്ങൾ വാങ്ങാം. സീരിയൽ വാങ്ങണ്ട, സീരിയൽ വാങ്ങാൻ എക്സ്പെൻസീവ്. നമുക്ക് ബ്രെഡ്, ഫ്ലോറ്, പിന്നെ വാങ്ങാം പാസ്ത. ഓയിൽ വാങ്ങാനുള്ള കാശില്ല, ഓയിലങ്ങ് എടുത്ത് പർച്ചേസ് ചെയ്യാം. നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഷുഗർ ആട്ടാം. നമുക്ക് ഈ ഷുഗർ എടുക്കാം. Throw the empty box into trash can outside. Okay. നമ്മളിത് set the price. അപ്പോൾ നമ്മളിതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തിടാം. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 4.83 ആട്ടോ. $4.83 നമുക്കൊരു $6 അടുത്തത് പാസ്ത ആട്ടോ. അടുത്തത് പാസ്തയാണ്. പാസ്ത ഫില്ല് ചെയ്യാം. പാസ്ത ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഈ വേസ്റ്റിൽ കൊണ്ടുവരുന്നവരോട് ഭയങ്കര വേസ്റ്റിൽ കൊണ്ടുവരുന്ന പരിപാടി ഭയങ്കര ബോറ് പരിപാടിയാണ്. നമുക്ക് കുറച്ച് കാശാകുമ്പോൾ നമുക്ക് അതിനെ കാള വയ്ക്കാൻ കാശ്, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് തന്നെ അവർക്ക് എറിഞ്ഞാൽ മതിയാ. അപ്പോൾ സീനായിരിക്കും, ഒന്നുകൂടി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം, നല്ല കേട്ടോ. ഞാനത് സേവ് ചെയ്യട്ടെ. സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതവിടെ കൊണ്ടുവയ്ക്കാം, ബ്രെഡ് വയ്ക്കാം, ചെയ്യാം. സെൻസിറ്റിവിറ്റി കൂടുതലല്ലാതെ പ്രതീക്ഷിക്കുന്നു. വലിയ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും പാസ്തയ്ക്കൊക്കെ വാലിട്ട് കൊടുക്കട്ടെ ഗൈസ്. പാസ്ത മാർക്കറ്റ് പ്രൈസ് 3 ആണ്. അപ്പോൾ നമുക്ക് 4.15 അടിക്കാം. ഈ ബ്രെഡിനൊക്കെ അറിയാം, ബ്രെഡിന് അത്യാവശ്യം വില ഉണ്ടാവും. ബ്രെഡിന് 3.96, അപ്പോൾ 4.15 ഇടാം. ഇത് 3.71 ആണ്. അപ്പോൾ ചിലപ്പോൾ ഇത് 5.2. നമുക്ക് എപ്പോഴും സേവ് ചെയ്യണം. എന്താ വെച്ചാൽ ചില സമയത്ത് ഈ ഗെയിം ക്രാഷ് ആവും. അപ്പോൾ നമ്മൾ ചെയ്ത പണിയൊക്കെ റിവേഴ്സ് അടിക്കും, സേവ് ആവാത്ത കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ നമുക്കത് ചെയ്യട്ടെ. ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. അവസാനം അതിന് നമുക്ക് ഇയാൾ ഇതായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. കാശാണ്, കാശ് എടുക്കുക. എത്രയാണ്? 15. നമുക്ക് 15-ന് അടുത്താണ് ഉണ്ടാകാൻ. ഇത് ക്രെഡിറ്റ് കാർഡാണ്. 4.15. അടുത്തത് 10.15 ആണ്. അപ്പോൾ ഇന്നത്തെ 10.15 ആളുടെ വാങ്ങിയപ്പോൾ നമ്മൾ ടോട്ടലി $26 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കണത് എന്താ പറയുക, ഒരു $100 ഉണ്ടാക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് $100 ഉണ്ടാക്കലാണ്. ഷുഗർ എന്താണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഷുഗർ എടുക്കണ്ട. പാസ്ത ഈസ് ടു എക്സ്പെൻസീവ്. ഇത് വാങ്ങണ്ട.
നോക്കുക. നമുക്കിപ്പോൾ സെൻസിറ്റിവിറ്റി ഇത്തിരി കുറച്ചുകൂടെ നോക്കട്ടെ, കുറച്ചിട്ട് നോക്കിയാൽ ഇത് കുറച്ചുകൂടി നല്ലതാണ്. കുറച്ചുകൂടി കുഴപ്പമില്ലാണ്ടാവുന്നുണ്ട്. പെർഫോം ചെക്കൗട്ട് 25 ചെക്കൗട്ടാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. എടുക്കും. ഷുഗർ ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് സംശയം കേട്ടോ. എന്താ ഇത്ര എക്സ്പെൻസീവ് ആകാൻ കാരണം? ഒരു $4 ഉള്ളൂ. 5.15 ഇയാളൊന്ന് പഠിച്ചൂടാ. അപ്പോൾ ഗായ്സ് ഗെയിം എന്നുള്ളത് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പടി സൂസൂടെ വില ഇപ്പം കൂടുതലാണ് സാധ്യതയുണ്ടെന്ന്. സൂസൂടെ വില വിട്ട് വില കുറച്ചിട്ട് നമ്മൾ സേവ് ഉണ്ടായിരുന്നില്ല. ഇത് 5.15 ആക്കട്ടെ. 5.15 ആക്കിയിട്ട് ലാസ്റ്റാണ് 45 റുപ്പീസാണ്. 40 കൊടുത്ത് വിട്ടേക്കാം. 43 സ്റ്റോർ ലെവൽ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. സ്റ്റോർ ലെവൽ കുറേ പറ്റിക്കുമ്പോൾ സ്റ്റോർ ലെവൽ കുറയും. ഇതിൻ്റെ കാശ് വാങ്ങേണ്ട ഓപ്ഷൻ ഇതിൽ കാശ് ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല. അടുത്ത കസ്റ്റമർ ആയിട്ട് വാങ്ങി. ഇപ്പോൾ ഷുഗർ വാങ്ങണട്ടാ. ഷുഗർ വലിയ കാര്യമായിട്ട് എക്സ്പെൻസീവ് അല്ല. $100 എത്തിക്കാനാണ് ഇന്നത്തെ ടാസ്ക്. അതിപ്പോൾ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ $100 എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. 5.15 FPS കേട്ടിരിക്കട്ടോ. ഇല്ലാതൊന്നും ഉണ്ടായില്ല. നമുക്ക് പുറത്തത്തെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാട്ടോ ഗൈസ്. സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് മാറ്റാൻ പറ്റണോ? അടുത്ത കസ്റ്റമർ വന്നു. പേര് മാറ്റാൻ പറ്റുന്ന ഇവിടെ നിന്ന് നോക്കണം കേട്ടോ. പേര് മാറ്റാൻ പറ്റണം. ഫ്ലോർ ഈസ് ടു എക്സ്പെൻസീവ് എന്നാ വാങ്ങണ്ട. അല്ലാതെ നമ്മുടെ എക്സ്പെൻസീവ് എന്താ ചെയ്യുക? 0.85 എൻ്റെ മുന്നേ. അങ്ങോട്ടെ 85 എത്തുമോ? 0.70. ഇപ്പോൾ നമുക്ക് $61 ആയിട്ടാ ഗൈസ്. ക്രാഫ്റ്റ് ആൻഡ് ഫ്ലോർ ഇസ് ടു എക്സ്പെൻസീവ് ഫോർ മീ. ഇത് വാങ്ങണ്ട. ഇത്ര നേരം ആൾക്കാർ വാങ്ങിയിരുന്നില്ല. ഇപ്പം എന്താ പറ്റി പെട്ടെന്ന്? ഇത്ര നേരം ആൾക്കാർ കുഴപ്പമില്ലാണ്ട് ഇത് വാങ്ങിയിരുന്നു കേട്ടോ. ഇപ്പം പെട്ടെന്നാണ് ക്രാഫ്റ്റ് ആൻഡ് ഫ്ലോർ എക്സ്പയർ അല്ല എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. സേവ് ചെയ്യാം ഗൈസ്. അടുത്ത ആൾ വരുന്നിട്ടാണ് ഗൈസ്. അപ്പോൾ ഗെയിം ഒന്ന് ചെറുതായിട്ട് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചെടുത്തപ്പോൾ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ പുറത്ത് നല്ല ലുക്ക് ഉണ്ട്. മുകളിലേക്ക് ഫ്ലോറൊക്കെ ഉണ്ട്. കടയിൽ നല്ല തോന്നണം. ഇപ്പുറത്തെ നമുക്ക് സ്റ്റോർ റൂമൊക്കെ വാങ്ങാൻ പറ്റട്ടെ ഗൈസ്. നമുക്ക് സ്റ്റോർ റൂമൊക്കെ വാങ്ങണം. അടുത്ത കസ്റ്റമർ ഒന്നുട്ടാ. ഇന്ന് മിക്കവാറും $100 എത്തിക്കാൻ പറ്റിയ വീഡിയോ. എത്ര? 5 അല്ലേ? ദിസ് ഈസ് തെഫ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ സൈഡൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ. ആൾക്കാർ അവിടെ നിൽക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അയ്യോ, കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് ഫോർ ചെക്ക് ഔട്ട് ഗൈസ്. നമ്മുടെ കടയിലെ ആൾ വന്നിട്ടാ.
വേഗം കടത്തിയുണ്ട്. വേഗം 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 രാത്രിയായി തുടങ്ങി. ഒരു സെക്കൻഡ് കേട്ടാ. നമുക്ക് അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടാ ഗൈസ്. അടുത്ത ആൾ വരുന്നുണ്ട്. ആൾ ഇങ്ങോട്ട് തന്നെയാന്ന് തോന്നുന്നുണ്ടാ ഗൈസ്. ആ കണ്ടിട്ട് കടയ്ക്ക് തന്നെയാന്ന് തോന്നുന്നത്. യെസ് ഗൈസ്, ആൾ കടയ്ക്ക് തന്നെയാണ്. അയ്യോ, മറ്റേ ഈ സാധനം കഴിഞ്ഞു കേട്ടാ ഗൈസ്. ഇത് വാങ്ങേണ്ടി വരുന്നത് തോന്നണക്ക്. പാസ്ത കഴിഞ്ഞു. പാസ്ത വാങ്ങണ. പാസ്ത ഇപ്പോൾ വാങ്ങണ്ട. കുറച്ച് നേരം നമുക്ക് അവിടെയുള്ള പാസ്തയോടൊന്ന് വിറ്റ് പോട്ടെ. അത് വേണ്ടി നമുക്ക് പാസ്ത വാങ്ങാം. അവിടെയുള്ള പാസ്തയാണ് വിറ്റ് പോയിട്ട് നമുക്ക് അടുത്ത പാസ്ത വാങ്ങാൻ നല്ലത്. അടുത്ത ആളെന്ന് വരാത്തത്. ആ ചേച്ചി ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു ഗൈസ്. അതെ അല്ലേ? അല്ലേ? അതെ. നമ്മുടെ പാസ്ത കഴിഞ്ഞിട്ട് പാസ്ത മാത്രമേ വിറ്റ് പോകുള്ളൂ സംശയമുണ്ട്. പാസ്ത മാത്രമേ വാങ്ങുള്ളൂ. 4.1. അപ്പം നമുക്ക് $74 ആയിട്ടാ. നമുക്കിനി കുറച്ചുകൂടി കണ്ടോ. $5. വരൂ. നമ്മളിത് ഏകദേശം $80 ആയിട്ടാ ഗൈസ്. $20 കൂടി ആവശ്യമുള്ള എല്ലാവരും കുറേ സമയമാണ്. Turn on lights using the switch on the wall. രാത്രി കട നടത്താൻ നമുക്ക് വേഗം ആക്കണ്ട ഗൈസ്. $88 ആയി. $98 ഗൈസ്. $98 ഗൈസ്. സേവ് ചെയ്യാം. നമുക്ക് ലൈറ്റ് ഇടാം. അയ്യോ ഗൈസ്, ഞാൻ രണ്ടത് പിക്ക് ചെയ്തു ഗൈസ്. ലൈറ്റ് ഇടാം. നമുക്കപ്പോൾ ലൈറ്റ് ഇടണ്ട ഗൈസ്. നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ചേച്ചി കൂടി വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് $100 ആവട്ടെ ഗൈസ്. യെസ്, ശരി ഗൈസ്. അപ്പം $110 ആയിട്ടാ ഗൈസ്. കട ക്ലോസ് ചെയ്യാട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി ചെയ്തിട്ട് ഗൈസ്. യു വിൽ റിസീവ് മേക്ക് ഷുവർ ടു പേ ബിഫോർ ഡ്യൂ ഡേറ്റ്. ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാസ്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.